നമസ്കാരം. പേഷ്യൻസും വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ ഇത് പെയിൻ എടുക്കുമോ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെയിൻ എടുക്കുമോ, അതിന് ശേഷം പെയിൻ എടുക്കുമോ? നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇതൊരു നമ്മുടെ പ്രൊസീജിയറെല്ലാം ഒരു പെയിൻലെസ് സർക്കംസിഷനാണ്. ചിലപ്പം അവർ മറ്റാരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാണ്, അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് 2-3 ദിവസത്തേക്ക് ഭയങ്കര പെയിനാണെന്നൊക്കെ പറയും. ചിലപ്പോൾ അത് പല സെൻട്രലിലും അത് അവരുടെ അനസ്തീഷ്യയുടെ ടെക്നിക്കൂടെ അനുസരിച്ചാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പെയിൻലെസ്. നമ്മൾ ചില പേഷ്യൻസ് പറയും ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളൊരു ചെറിയ സെഡേഷൻ കൊടുത്തിട്ട് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് അത് ചെയ്യും. അല്ലാത്തവർക്കും ഈ ലോക്കൽ മാത്രമായിട്ട് ചെയ്യാം. വേറെ സെഡേഷൻ ചിലർ വേണ്ടെന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്താലും ഇവിടെ കംപ്ലീറ്റ് അബ്സല്യൂട്ട്ലി പെയിൻലെസ് ആണ്. പെയിൻലെസ് സർക്കംസിഷനാണ് ചെയ്യുന്നത്. പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ചിലപ്പോൾ 2 ഡേയ്സിന് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മരുന്ന് കൊടുക്കും. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് എപ്പോഴും പെയിൻലെസ് സർക്കംസിഷനാണ്. ആരും അങ്ങനെ ഒരു പെയിൻ എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്ന ടെക്നിക്കൂടെ അനുസരിച്ചിരിക്കും ഇത് പെയിൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നനുസരിച്ചിരിക്കും. സാധാരണ നമ്മളത് കംപ്ലീറ്റ് ആ പെയിൻ ഉണ്ടാകുന്ന ഭാഗം എല്ലാം ബ്ലോക്ക് ചെയ്യും. അത് റിങ് ബ്ലോക്ക് പോലെ ചെയ്യും. അല്ലെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ നെർവ് രണ്ടും പെയിൻ ഉണ്ടാക്കുന്ന ഫൈബേഴ്സ് കംപ്ലീറ്റ് നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് ലോക്കലോ അല്ലെങ്കിൽ കൊടുത്തിട്ടത് കംപ്ലീറ്റ് പെയിൻലെസ് ആക്കും. ഇത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് വൈകിട്ട് വരെ ഒരു പെയിനും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും പെയിൻ ഉണ്ടാകത്തില്ല. ആരും അങ്ങനെ പെയിൻ എന്ന് പറഞ്ഞ് വരാറില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പെയിൻലെസ്. ചിലപ്പോൾ അവരുടെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് വേറെ ആരെങ്കിലും കേട്ടവർ പറയുന്നതായിരിക്കും ഇത് ഭയങ്കര പെയിൻഫുൾ അല്ല ഇതൊട്ടും. ഇപ്പോഴത്തെ പുതിയ ഈ അനസ്തീഷ്യ ടെക്നിക്കൊക്കെ വന്നതിന് ശേഷം ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പെയിൻലെസ്. നന്ദി. മറ്റൊരു വിഷയം വീണ്ടും കാണാം.